സിനിമയിൽ രാഷ്ട്രീയക്കാരന്റെ വേഷം കെട്ടിയ ജഗദീഷ് രാഷ്ട്രീയ വേദിയിൽ സിനിമാക്കാരനല്ലാതെ എത്തി. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് കോൺഗ്രസുകാരനായി ജഗദീഷ് പ്രത്യക്ഷപ്പെട്ടത്. സിനിമയിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും സജീവ പ്രവർത്തകനായിട്ടുള്ള ജഗദീഷ് പൊതുവേദിയിൽ ആദ്യമായി രാഷ്ട്രീയ മുഖം വെളിവാക്കി. ഞാനൊരു കോൺഗ്രസുകാരനാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ പ്രസംഗം തുടങ്ങിയ ജഗദീഷ് ഇടതുപക്ഷ സർക്കാരിനെതിരെ സിനിമാ സ്റ്റൈലിൽ തന്നെ ഡയലോഗ് കാച്ചി. സത്യസന്ധമായി മുഖ്യമന്ത്രി മറുപടി പറയട്ടെ, ഏതെങ്കിലും ഒരു രംഗത്ത് പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി പറയുന്നു, പാർട്ടി എന്നെ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല. അതൊരു എക്സ്ക്യൂസ് ആണോ? മുരളിയുമായും വേദിയിലുള്ള മറ്റു കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള ബന്ധം സദസ്സിന് മുന്നിൽ ജഗദീഷ് അവതരിപ്പിച്ചു. ശ്രീ കെ മുരളീധരൻ പഠിച്ചിരുന്ന വിദ്യാലയത്തിലെ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു ഞാൻ. ഷൂട്ടിംഗ് തിരക്കിനിടയിൽ നിന്നും പാഞ്ഞെത്തിയ ജഗദീഷ് സിനിമയുടെ ഹാങ് ഓവറിൽ തന്റെ ഇഷ്ട സിനിമാ ഡയലോഗ് പറയാനും മറന്നില്ല. വള്ളിനിക്കരം സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തിന്റെ ബൈക്കിന് ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കേട്ടു നിന്നിട്ടുണ്ട്. നിങ്ങളുടെ വെർബൽ ഡയറിയ, വാക്കുകളുടെ അധീനം. അന്ന് അത് കേട്ട് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത് കേൾക്കുമ്പോൾ I am in the least bit saddened and I feel like vomiting on your face. ഏതായാലും ജഗദീഷിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് അനുയോജ്യ സമയമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മലയാള സിനിമയിൽ ഒരുപക്ഷെ രാഷ്ട്രീയം തുറന്നു പറയാത്ത പലരും ഇതോടെ നിലപാട് മാറ്റിയേക്കും. ഇനി സിനിമയേക്കാൾ കൂടുതൽ രാഷ്ട്രീയത്തിൽ സജീവമാവുന്നതിന്റെ മുന്നോടിയായും ജഗദീഷിന്റെ കടന്നുവരവിനെ കണക്കാക്കാം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.